ഇനി നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ ഫേവറേറ്റ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഫേവറേറ്റ് റൗണ്ടിൽ ഒരു ഫേവറേറ്റ് സോങ്ങുമായിട്ട് നമ്മുടെ ഗൗതമി കുട്ടിയത്തെയാണ്. വെൽക്കം ഗൗതമി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഹായ്. ഏത് പാട്ടാ പാടുന്നേ? തേടി തേടി ഞാൻ അലഞ്ഞു. ഡീറ്റെയിൽസ് ഞാൻ പറയണോ അതോ? ഞാൻ പറയാം. മ്യൂസിക് MK അർജുനൻ മാഷ്, ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ, പാടിയത് വാണിയമ്മ, സിനിമ സിന്ധു, 1975. റൈറ്റ്. ഗൗതമിക്കുട്ടി, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കുറെ സ്ഥലങ്ങള് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങള് മോളെ എത്തിപ്പെട്ട് അതിനകത്ത് കലക്കിയിട്ട് തിരിച്ചിറങ്ങി വന്നു. അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ഫസ്റ്റ് ലൈൻ ഇല്ലേ,
എൻ്റെ ഏറ്റവും ടോപ്പ് പോർഷന് മോള് നന്നായിട്ട് ഹിറ്റ് ചെയ്തു. സെക്കൻഡ് ടൈം പാടുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈമിന്റെ അത്ര ഭംഗി വന്നോ എന്നറിഞ്ഞൂടെ, എന്നാലും മോശമല്ല, നന്നായിട്ട് പാടി. വാണിയമ്മയുടെ ചില സ്റ്റൈലുണ്ടല്ലോ, അതായത് എവിടെ എന്ന് പറഞ്ഞ ഒരു പോർഷൻ, അതൊക്കെ മോള് നല്ല രസമായിട്ട് പാടി. മോളൊരു എക്സലന്റ് സിംഗറാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, മോളുടെ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു നേസൽ ടോൺ ഉണ്ട്. ചിലർക്ക് നേസൽ ടോൺ വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമായിട്ട് വരും, ചിലർക്ക് അതൊരു സുഖമായിട്ട് മാറും. എന്ന് പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറഞ്ഞ പോലെ മോക്കൊരു ചെറിയൊരു നേസൽ ടോൺ ഉണ്ട്, അതൊരു സുഖമാണ്. ഭാവിയില് ചിലപ്പം ഒരു നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആകുമ്പോൾ അതൊരു ആഡഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മോക്ക് വരും. ഈ ശബ്ദം മെയിൻറ്റെയിൻ ചെയ്ത് പാട്ട് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ there will be a plus point, sure. All the best. ഇത് കേട്ടപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു മാം. ഞാൻ പറയാണ്, നമ്മൾ ഇത്രയും ഗൗതമിലോട്ട് പണ്ട് ഇത്രയും ശ്രദ്ധിച്ചിരുന്നോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മോളെ കൂടുതൽ ചില പാട്ടുകളിലൂടെ അറിയുമ്പോഴത്തേക്കും ഒരു ഉഗ്രൻ സിംഗറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ എവിടെ നീ എവിടെ നിന്റെ മനസ്സും അതൊക്കെ അത് കറക്റ്റ് ആയിട്ട് ഒട്ടും ഓവർ ആവാതെ കറക്റ്റ് ആയിട്ട് നല്ല ബ്ലെൻഡ് ആയിട്ട് പോയി. ഉഗ്രനായിട്ട് പാടി കേട്ടാ, ഉഗ്രനായിട്ട് ഒരു പുതിയ പാട്ട് പഠിച്ചു പാടുമല്ലേ, സമ്മതിക്കണം മോളെ. സൂപ്പർ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. മോളെ നിനക്ക് നല്ല സ്കോപ്പുള്ള സിംഗറാണ് കേട്ടോ. യു ഹാവ് ലോട്ട് ഓഫ് സ്കോപ്പ്. നീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ഫോക്കസ് ചെയ്യണം, ജസ്റ്റ് ഫോക്കസ്. ഒരു ഡിസ്ട്രാക്ഷനും വരുന്നത്, മൊബൈൽ ഫോൺ ഒക്കെ ഒക്കെ യൂസ് ചെയ്യും, പക്ഷെ ഡബിൾ പ്രാക്ടീസ് വെക്കണം. കാരണം യു ഹാവ് എ ഫ്യൂച്ചർ. താങ്ക് യു സർ. നിന്റെ പാട്ടിലുണ്ട്, നിന്റെ അച്ഛനും അമ്മയും നിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ അച്ഛനെ എപ്പോഴാ കണ്ടപ്പോ മനസ്സിലായി. അവിടെ ചിരി നോക്ക്, ഹാപ്പിനെസ് ടു ദ പീക്കാണ്. നിനക്ക് ഒരു ഭാവി ഉണ്ടെന്നുള്ള രീതിയിൽ നീ ഹാർഡ് വർക്ക് ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മോക്ക് റിയൽ മാർക്ക് എന്ന് പറഞ്ഞ 99 ആണ്. ബട്ട് നല്ലൊരു പ്രോഗ്രസ്, അതായത് മുമ്പോട്ട് വരുന്ന ആ രീതി നന്നായിട്ട് പഠിച്ച് പാടാൻ ശ്രമിക്കുന്നതുകൊണ്ട് വി ആർ ഗിവിംഗ് 1 more mark. That is 100 out of 100. ആദ്യ ഒരു ശ്രീകുമാരൻ തമ്പി പൂക്കിട്ടി. തിരിച്ചെടുക്കും, ഇപ്പൊ മാർക്ക് തിരിച്ചെടുക്കൂ. ആദ്യത്തെ 100 ആണോ? സന്തോഷം. ആദ്യത്തെ ഫസ്റ്റ് ടൈം 100 മോളെ നീ ശ്രദ്ധിക്കപ്പെടും കേട്ടോ. അച്ഛനും ഇരുന്ന് പൊട്ടിക്കരയുന്നു. ഇത്ര നേരം ചിരിച്ചോണ്ടിരുന്ന വേഗം ചിരി, ഉടനെ കരച്ചിൽ, വേഗം ചിരി.